ഹലോ ഗായ്സ്, ഗുരുവായൂർ അമ്പല നടയിൽ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫിലോട്ട് വരികയാണെങ്കിൽ എനിക്ക് ഈ സിനിമ ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി. അത്രയ്ക്ക് മോശമാണെന്നല്ല, എനിക്കൊരു ബോറിംഗ് ആയിട്ട് തോന്നി. ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു വൈബ് സെക്കൻഡ് ഹാഫിൽ ഇല്ലായിരുന്നു. അതെനിക്ക് മാത്രമാണോ തോന്നിയെന്ന് അറിയില്ല, എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം തോന്നിയത്. പിന്നെ ഫാമിലിക്കൊക്കെ അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ്. ഫാമിലീസൊക്കെ നല്ലോണം കാണുന്നു, ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാനും നന്നായിട്ട് ചിരിച്ചു. ഈ സിനിമയിലെ ചില പോയിന്റുകളിൽ ചിരിക്കാൻ പറ്റും. ചില ഡയലോഗുകൾ, ജഗദീഷ് ആയാലും ബേസിൽ ജോസഫ്, പൃഥ്വിരാജ്, നല്ല ഹ്യൂമർ ഉള്ള ഒരു സിനിമ തന്നെയായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്പൂഫ് കോമഡിയാണ്. പല സിനിമകളുടെയൊക്കെ സീനുകളൊക്കെ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചുള്ള അതിൻ്റെ ഒരു റീക്രിയേഷൻ പോലെയൊക്കെയുള്ള ഒരു സിനിമയാണ്. അത് ഉദാഹരണം പറയുകയാണെങ്കിൽ ദൃശ്യം, അതിലെ ഡയലോഗ്, പിന്നെ നമ്മുടെ നന്ദനത്തിൻ്റെ റെഫറൻസ്, പൃഥ്വിരാജിൻ്റെ ആദ്യത്തെ നന്ദനത്തിൻ്റെ റെഫറൻസ്, പിന്നെ ഗോഡ് ഫാദറിൻ്റെ ക്ലൈമാക്സ് സീൻ, അതൊക്കെ ഇത് ഒരു സ്പൂഫായിട്ട് റീക്രിയേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഗുരുവായൂർ സെറ്റിട്ടാണ് ആ സിനിമ ഷൂട്ട് ചെയ്തേക്കണേ. കട്ട റിയലിസ്റ്റിക് ആയിരുന്നു ഒരു അതിൻ്റെ സെറ്റ് വർക്ക്. ഒറിജിനാലിറ്റി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ലായിരുന്നു സെറ്റ് ഇട്ടാണ് എടുത്തതെന്ന് അറിയില്ലായിരുന്നു. ഇത് സെറ്റാണെന്ന് അറിയുന്നത് പിന്നീട് സിനിമ കണ്ടതിന് ശേഷം ഒരു വീഡിയോ കണ്ടപ്പോഴാണ് സെറ്റാണെന്ന് അറിയുന്നത്. നല്ല രീതിക്ക് തന്നെ സെറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സിൽ നമുക്ക് ഇത്തിരി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പൃഥ്വിരാജ് എന്തായാലും ആ ഡയലോഗ് പറയുമെന്നറിയാം. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്നുള്ള ഡയലോഗ് എന്തായാലും പൃഥ്വിരാജിനെ കൊണ്ട് പറയിപ്പിക്കും എന്നറിയാം. പിന്നെ ഇതിനകത്ത് അനശ്വര രാജൻ നേരത്തെ സിനിമ പോലെ, നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ പോലെ തന്നെ ഇതിനകത്തും വലിയ റോളില്ല. അത്രയ്ക്ക് റോളില്ലെന്നല്ല, ഒരു വെറുതെ വന്നിട്ട് പോകുന്ന രീതിയിലുള്ള റോള് ആയിട്ടാണ്. പൃഥ്വിരാജിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച എന്താണ് അവളുടെ പേര്, നായികയുടെ പേര് നിഖില എന്തോ ആണ്. നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നല്ല എന്ന് വെച്ചാൽ അവർക്ക് എന്ന് പറയുന്നത് നമ്മുടെ അനശ്വരരാജിനേക്കാളും കൂടുതൽ പ്രാധാന്യമുള്ളൊരു കഥാപാത്രം ആ പൃഥ്വിരാജിൻ്റെ ഭാര്യക്കാണ്. അപ്പോൾ ബേസിൽ ജോസഫ്, പൃഥ്വിരാജ് അവരുടെ തമ്മിലുള്ളൊരു ബന്ധത്തിൻ്റെ അതാണ് ഇതിൻ്റെ ഒരു കേന്ദ്രഭാഗം, അതാണ് ഈ സിനിമയുടെ. പിന്നെ സെക്കൻഡ് ഹാഫ് എനിക്ക് തോന്നുന്നു, വർക്കാകാനെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു വൈബും അതിൻ്റെ ഒരു ഒഴുക്കുണ്ട്. അത് നല്ല രസമായിരുന്നു. ഇൻ്റർവെൽ വരെ കലക്കനായിരുന്നു. നല്ല ഒരു പടമാണ്. ആ ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു ബലത്തിലാണ് ഈ സിനിമ എനിക്കൊന്ന് ഇത്തിരി സക്സസ്സിലേക്ക് വന്നത്. അതുകൊണ്ടാണ് സെക്കൻഡ് ഹാഫിൽ ഇത്തിരി പെട്ടെന്ന് ഷൂട്ട് തീർത്ത പോലെ, എന്താണ് നടക്കുന്നത് എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു അറിയില്ല. എനിക്കത് ഫീൽ ചെയ്തു, നല്ലോണം ശരിക്കും ഫീൽ ചെയ്തു. അങ്ങനെ ഒരു കിട്ടിയില്ല, അതാണ് പറയാൻ വന്നത്. പിന്നെ ഇതിൻ്റെ സംഭവം കഥകളിൽ വലിയ പുതുമയൊന്നുമില്ല. ഒരു സാധാരണ കഥ അതിനെ നല്ല രീതിക്ക് പ്രസൻറ്റ് ചെയ്തു. മറ്റേ ബിബിൻ്റെ സംവിധായകൻ്റെ പേരെന്ന് ബിബിൻ ദാസ് എന്നാണ് തോന്നുന്നു, കറക്റ്റായിട്ട് അറിയില്ല. ബിബിൻ ദാസ് അയാളുടെ ഇതിനു മുമ്പുള്ളൊരു പടം എനിക്ക് തോന്നുന്നു ജയ് 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 ഹേ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. ഞാനത് മുഴുവൻ കണ്ടിട്ടില്ല, പക്ഷേ കുറച്ച് സീൻസൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. നല്ല രീതിക്ക് കണ്ടിരിക്കാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ് ആ ഒരു സിനിമ. പിന്നെ പൃഥ്വിരാജിൻ്റെ കോമഡി റോൾ, അത് പുള്ളി ഇപ്പോൾ സീരിയസ് ആയിട്ട് മാസമായിട്ടൊക്കെ നമ്മൾ കോമഡി ആയിട്ടും ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കഥാപാത്രം എനിക്ക് കുറച്ചും കൂടി, ഈ സിനിമയിലെ കഥാപാത്രം കുറച്ചും കൂടി എനിക്ക് നിവിൻ പോളി വന്നിരുന്നെങ്കിൽ എന്ന് ഞാനിങ്ങനെ ഒരു ചെറിയൊരു ആഗ്രഹം വന്നാൽ എന്നുള്ളൊരിതുണ്ട്. കാരണം ഇതിനകത്ത് എതിരെ നിൽക്കുന്നത് ബേസിൽ ജോസഫ് എന്ന് പറഞ്ഞ ഒരാളാണ്. ബേസിൽ ജോസഫ് എന്ന് പറയുന്ന ഹ്യൂമർ കയ്യിൽ നിന്നെടുത്ത് ഇടാൻ കഴിവുള്ള ഒരാളാണ്.
പൃഥ്വിരാജ് തന്നെ ഈ ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സ്ക്രിപ്റ്റിലുള്ള ഹ്യൂമർ മാത്രമേ വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് കയ്യിൽ നിന്ന് എടുത്തിടാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിവിൻ പോളി എന്ന് പറഞ്ഞൊരു വ്യക്തി എന്ന് പറയുന്നത് കയ്യിൽ നിന്ന് ഇപ്പോൾ സ്ക്രിപ്റ്റ് ഭയങ്കര ഒരു അലമ്പാണെങ്കിലും കയ്യിൽ നിന്നെടുത്ത് പുള്ളിയുടെ ഒരു ഡയലോഗ് കാണാനായിട്ട് പുള്ളി കയ്യിൽ നിന്നെടുത്ത് എന്തൊക്കെ ഇടാൻ എന്ന് അറിയാനായിട്ട് വരുന്ന പ്രേക്ഷകരുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഈ അടുത്തിറങ്ങിയൊരു പടം വർഷങ്ങൾക്ക് ശേഷം. ആ ഒരു ഒറ്റ ഗസ്റ്റ് റോള് മതി പുള്ളിയുടെ റേഞ്ച് എന്താണെന്ന് കാണിക്കാൻ. ഞാൻ അത്ര വലിയ നിവിൻ പോളി ഫാനൊന്നുമല്ല. നിവിൻ പോളിക്ക് എന്താണ് പൃഥ്വിരാജ് ചെയ്യുന്നതിൻ്റെ ഒരു അത്രയൊന്നും ചെയ്തിട്ടുമില്ല. പക്ഷേ ഹ്യൂമറിൻ്റെ കാര്യത്തിൽ പറയണം, ഹ്യൂമറിൽ നിവിൻ പോളി ആണ് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത്. പൃഥ്വിരാജ് ഇത് എന്താണെന്നറിയില്ല, ഒരു ഹ്യൂമർ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ് മറ്റേ പൃഥ്വിരാജ് തന്നെ സമ്മതിച്ചൊരു കാര്യം തന്നെയാണ്, പുള്ളിക്ക് സ്ക്രിപ്റ്റിലുള്ള സംഭവങ്ങൾ അല്ലാതെ ഒരു ഡയറക്ടർ ബ്രില്യൻസ് ഇല്ലാതെ പുള്ളിക്കൊരു ഹ്യൂമറായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് ചെയ്തുകൂടാ എന്നില്ല. പുള്ളി നല്ലൊരു നടനാണ് പുള്ളി ധാരാളം ലിമിറ്റേഷൻസും ഉണ്ട്. പക്ഷേ അതൊക്കെ ബ്രേക്ക് ചെയ്ത് അത് എന്താണെന്നുള്ളതൊക്കെ മൊത്തം പഠിച്ചു വരുന്ന ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് പൃഥ്വിരാജ്. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് അതാണ്, ഹ്യൂമർ ചെയ്യുന്നതിൽ ബേസിലിനോടൊപ്പം ആ വൈബ് കണക്ഷൻ സെക്കൻഡ് ഹാഫിൽ എവിടെയോ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു കണക്ഷൻ കിട്ടണമല്ലോ. ഇപ്പോൾ നിവിൻ പോളി ബേസിൽ ജോസഫ് ആ ഒരു കണക്ഷൻ അവർക്ക് കിട്ടും. കാരണം അവരുടെ ഒരു ടീം വർക്കിലൊക്കെ വന്നിട്ടുള്ള കുറേ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരൊരു ടീം വന്നേക്കാണ്. പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഒരാൾ ഇപ്പോൾ ഈ അടുത്താണ് ബേസിൽ ജോസഫ് എന്ന് പറഞ്ഞൊരു പുള്ളിയായിട്ട് ഇങ്ങനെ അവരുടെ ഒരു ഹ്യൂമറിൻ്റെ ഒരു ഇതും പൃഥ്വിരാജ് ചെയ്തു വന്നേക്കണം. വേറെ അതിൻ്റെ ഒരു ഡിഫറൻസ് എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരേ വൈബുള്ള ആൾക്കാർ ഇപ്പോൾ പടം ചെയ്യുമ്പോൾ മറ്റേ മഞ്ഞുമൽ ബോയ്സ്, ശ്രീനാഥ് ബാസി, ഇപ്പോൾ അവരുടെയൊക്കെ പോവുകയാണെങ്കിൽ അടിപൊളിയായിട്ട് അഭിനയിക്കും. പക്ഷേ വേറൊരു കഥാപാത്രങ്ങളുടെ ഒപ്പം പോയി കഴിഞ്ഞാൽ പുള്ളിക്ക് ആ വൈബ് കിട്ടാതിരിക്കുന്ന അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. പൃഥ്വിരാജും ബേസിൽ ജോസഫും തമ്മിലുള്ള കോമ്പിനേഷൻ്റെ ഒരു കാര്യമാണ് പറയണത്. അത് നിവിൻ പോളിയോ അല്ലെങ്കിൽ ആ ഒരു സെയിം കൗണ്ടർ അടിക്കാൻ പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ നന്നായിരുന്നു. പിന്നെ ഇതിനകത്ത് പൃഥ്വിരാജിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച ജഗദീഷിൻ്റെ ഒരു ആക്ടർ എനിക്ക് നല്ലൊരു എന്താ പറയുക, ഇപ്പോഴും പുള്ളി ആ ഒരു ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു സിനിമ എന്താണോ അതിനനുസരിച്ചുള്ള ഒരു ആക്ടിങ് ആണ് പുള്ളി ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല മികച്ചൊരു റോൾ തന്നെയാണ്. പിന്നെ ബിജു അഭിനയിച്ച അത് നന്നായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കുറേ കൃഷ്ണൻ്റെ റെഫറൻസുകളുണ്ട്. ഈ ഉറിയടിക്കുന്ന സീനിൻ്റെ ഒരു ഡ്രോൺ ഷോട്ട്, ഉറിയടി സെറ്റപ്പ് പിന്നെ നന്ദനത്തിൻ്റെ ആ ഒരു റെഫറൻസ്, അതിനെ ട്രോളുന്ന രീതിയിൽ. പിന്നെ കംസൻ, കൃഷ്ണൻ്റെ വില്ലന്മാരെന്ന് പറഞ്ഞാൽ അമ്മാവനാണ് വില്ലൻ. അപ്പോൾ അത് തന്നെയാണ് അതിങ്ങനത്തെ കുറേ റെഫറൻസുകൾ ഈ സിനിമയിൽ കിട്ടുന്നുണ്ട്. പറയുന്നത്ര ഒരു നല്ല പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല, പക്ഷേ കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടം തന്നെയാണ്. അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെയാണ് സിനിമ. ഒരു ഫാമിലി ഓഡിയൻസിന് പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു കഥ ഞാൻ വലിയ കഥയില്ല, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ സിനിമ എന്ന് പറയുന്നത് ഒരു പുതിയ ട്രീറ്റ്മെൻറ്റാണ്, സ്പൂഫ് കോമഡിയാണ്. അപ്പോൾ ഇതിനെ ആ ഒരു ഇതിൽ കാണുന്നുള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വല്ലതും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അത്രേ ഉള്ളൂ. ഓക്കെ എന്നാൽ ബൈ.